എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ ലിമിറ്റ് ഉണ്ട്, എപ്പോഴും നമ്മൾ LHലും RHലും വെച്ച് കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നതനുസരിച്ച് നമുക്ക് എങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഡിഫറെന്റ് ഫോർമാറ്റ്സിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത് അല്ലെ. അപ്പോൾ ആ ഓരോ ഫോർമാറ്റിനനുസരിച്ച് നമ്മൾ ഏത് രീതിയിൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കുറെ രീതികളുണ്ട്, അതെല്ലാം കൂടെ ടാബുലേറ്റ് ചെയ്തിട്ടാണ് ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമുക്കിപ്പോ ഒരു പോളിനോമിയൽസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ലിമിറ്റിന്റെ എക്സ് ടെൻസ് ടു ഒരു പെർട്ടിക്കുലർ വാല്യൂ തന്നിട്ടുണ്ടാവില്ല, ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊന്ന് നോക്കും. ആ ഇക്വേഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന് നോക്കും. അതിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതാണ് ഇവിടെ ഫസ്റ്റ് മെത്തേഡായിട്ട് ആക്ച്വലി കൊടുത്തിട്ടുള്ളത്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇത് പൊതുവെ നമ്മൾ പോളിനോമിയൽസിനാണ് ഈ ഒരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ലിമിറ്റിന്റെ ഒരു നേച്ചർ അറിയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ആൻസറിലേക്ക് എത്തുക ചിലപ്പോൾ എപ്പോഴും നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കിട്ടില്ല. പൊതുവെ പോളിനോമിയൽസിനാണ് നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു കാണിച്ചിട്ടുണ്ട്, x+2 ലിമിറ്റ് x ടെൻസ് ടു 3 x+2. അപ്പൊ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, 3ന്റെ വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുത്താൽ ഇപ്പൊ x+2 പകരം x കിടക്കുന്നത് 3 കൊടുക്കുക, 3+2 അതായത് 5 എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കണ്ടുപിടിക്കുന്നത്. ഇനി ചില കേസസിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും, ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ഇങ്ങനെ P/Q ഫോർമാറ്റിൽ തന്നിരിക്കും. അപ്പൊ നമുക്ക് അതായത് ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫാക്ടറിങ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഫാക്ടറിങ് നമ്മൾ പൊതുവെ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയേ 0/0 ഫോം ആണ് വന്നത്. ഇതിനെയും ആക്ച്വലി ഇൻഫിനിറ്റി നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്, ഈ ഒരു റൂൾ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഈ റൂൾ വെച്ചിട്ട് നമ്മള് എന്ത് ചെയ്യും, 0/0 ആയിട്ടുള്ള ഫോമോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം, അതായത് വേറൊന്നുമല്ല, നമ്മൾ എക്സ് ടെൻസ് ടു 2 എന്നുള്ള ആ 2 എന്ന വാല്യൂ നമ്മുടെ ഈ എക്സ്പ്രഷനിൽ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 0/0 മേളിലും 0 താഴെയും 0, അല്ലെങ്കിൽ മേളിൽ ഇൻഫിനിറ്റി താഴെ ഇൻഫിനിറ്റി. അതാണ് P/Q ഫോംസിൽ അങ്ങനെ വരത്തുള്ളൂ, ഫ്രാക്ഷൻ പോലെ എഴുതിയിരിക്കുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പൊതുവെ ഹോസ്പിറ്റൽ റൂളാണ് നോക്കുന്നെങ്കിലും ഇതുപോലത്തെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A² - B² ഫോർമാറ്റിലാണ് മേളിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ താഴത്തെ x-2 എന്ത് ചെയ്യും, വെട്ടിക്കളയാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവിടെ നമ്മൾ ഫാക്ടറിങ് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ അത് ഒരു മെത്തേഡാണ്. പിന്നെ അടുത്ത് വരുന്നത് റാഷണലൈസേഷൻ നമുക്ക് അറിയാലോ, ഇറാഷണൽ ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ റൂട്ടിനകത്ത് വരുന്ന നമ്പേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, പൊതുവെ ഈ ഒരു റാഷണലൈസേഷൻ ചെയ്യും. റാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ ഈ നമ്പർ നോക്കിയാൽ √(x+1 - 1). അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ പ്ലസ് കിടക്കുന്നിടത്ത് മൈനസ് ആക്കും, മൈനസ് കിടക്കുന്നിടത്ത് പ്ലസ് ആക്കും. √(x+1 - 1). അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എങ്ങനെയാ വരുന്നത്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, കോൺജുഗേറ്റ് എങ്ങനെയാ, √(x+1 - 1)ന്റെ കോൺജുഗേറ്റ്? അപ്പൊ ഇവിടെ ഈ റൂട്ടിനകത്തുള്ള ടേമിന് നമ്മളൊന്നും മാറ്റത്തില്ല, സിമ്പിൾ ഒന്നും മാറ്റത്തില്ല. പക്ഷെ പകരം ഈ ഒരു ടേം ഉണ്ടാവുമല്ലോ, ഇപ്പം √ എന്തെങ്കിലും ഒരു വാല്യൂ പ്ലസ്
വേറെ എന്തെങ്കിലും ഒരു വാല്യൂ അങ്ങനെ ആയിരിക്കും പൊതുവെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. അതായത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഉണ്ടല്ലോ അതിനെ അങ്ങ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാക്കുക. അതായത് ഇപ്പൊ ഇവിടെ കിടക്കുന്നത് √(x+1) അതുപോലെ എഴുതും, എന്നിട്ട് -1 നേരം +1 എന്ന് എഴുതും. ഈ ഒരു ടേമിനെ കൊണ്ട് നമ്മൾ മേളിലും താഴെ എന്ത് മൾട്ടിപ്ലൈ. ഇത് റാഷണലൈസേഷൻ. ഈ മെത്തേഡൊക്കെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ആക്ച്വലി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അതെന്ന് വെച്ചാൽ ഇവർ നമ്മൾ ഇതിൽ ഈ ഒരു ടേബിൾ ഇങ്ങനെ കൊണ്ടുവന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇങ്ങനെ പല രീതിയിൽ ഫംഗ്ഷൻസ് തരും. അപ്പൊ എപ്പോഴും നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഫാക്ടർ ചെയ്യാൻ പറ്റുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫാക്ടർ ചെയ്യുക, റാഷണലൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റാഷണലൈസേഷൻ ചെയ്യാം. അപ്പോ ഇവിടെ ഇപ്പം നമ്മളിപ്പോ ഇവിടെ എന്ത് ചെയ്തു, മേളിലും താഴെയും ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ ഇൻറ്റു √(x+1) +1 ബൈ √(x+1) +1 ഇങ്ങനെ നമുക്ക് മേളിലും താഴെയും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടെ എന്ത് ഇത് a+b × a-b ഫോം ആയിട്ട് a² - b² ആക്കി എഴുതിയും നമുക്ക് പിന്നെ അത് സിംപ്ലിഫൈ ആക്കി പോകും ബാക്കി ചെയ്യുമ്പോൾ. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇങ്ങനെ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ റാഷണലൈസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് 3 മെത്തേഡ്സ്. ഇനി ഐൽ ഹോസ്പിറ്റൽസ് റൂൾ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞു 0/0 അല്ലെങ്കിൽ ∞/∞ ഫോംസിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ളത് പോലെ x→0 sin x/x എന്ന് പറയുമ്പോൾ ഇതിലെ x→0 അല്ലെങ്കിൽ 0 വാല്യൂ ഇതിനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സൈൻ എക്സിലും എക്സിലും കൊടുക്കും. അപ്പൊ sin 0 എന്ന് പറയുമ്പോൾ 0 ആണ്. ഡിവൈഡ് ബൈ എക്സിന് 0 കൊടുക്കുമ്പോൾ അതും 0 ആണ്. അപ്പൊ ഇതെന്താണ് 0/0. ഇങ്ങനെയാണ് നമ്മൾ 0/0 ആണോ അല്ലെങ്കിൽ ∞/∞ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അത് എപ്പോഴും എങ്ങനെയേ വരത്തുള്ളൂ, നമുക്കൊരു ഫ്രാക്ഷൻസിനെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ കണ്ടു നമുക്ക് 0/0 ഫോം വന്നു അല്ലെങ്കിൽ ∞/∞ ഫോം വന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എൽ ഹോസ്പിറ്റൽ റൂൾ പ്രകാരം നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിന്റെയും ഡെറിവേറ്റീവ് എടുത്ത് നമ്മൾ ഒന്നുകൂടെ എഴുതും. അതായത് ഇപ്പം ഇതിനെ ഞാൻ റീറൈറ്റ് ചെയ്യുന്നു, ലിമിറ്റ് x→0 sin x ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് നമ്മൾ അടുത്ത പഠിക്കുന്നത്, ബട്ട് സ്റ്റിൽ ഇവിടെ നോക്കിക്കോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെറിവേറ്റീവ്സും ഇന്റഗ്രേഷൻ ചെയ്യുന്നതും പഠിച്ചിട്ട്. ഇപ്പൊ sin x ന്റെ ഡിഫറൻഷ്യൽ അറിയോ ആർക്കെങ്കിലും? d/dx ഓഫ് sin x. അതെ, cos x അല്ലെ. അപ്പൊ നമ്മൾ മേളില് cos x എഴുതും. അപ്പൊ sin x ന്റെ ഡെറിവേറ്റീവ് എഴുതിയല്ലോ. ഇനി താഴെ x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പൊ യെസ് 1. അപ്പൊ cos x/1 എന്നായി. അപ്പൊ 0/0 അല്ലെങ്കിൽ ∞/∞ ഫോം വരുമ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് എഴുതി വെക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, 0 അപ്ലൈ ചെയ്ത് നോക്കും. അപ്പൊ ഇപ്പൊ ഇവിടെ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്തൊന്നു ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. cos 0 = 1 എന്നും താഴെയും 1, അപ്പൊ 1/1 1 എന്ന് കിട്ടി. ചിലപ്പോ ചില ക്വസ്റ്റ്യൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഒരിക്കൽ ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞിട്ടും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും എങ്ങനെ തന്നെ ഇരിക്കും അത് വീണ്ടും ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഫോം, 0/0 അല്ലെങ്കിൽ ∞/∞ ഫോമിൽ തന്നെ കിടക്കും. ഇനി വീണ്ടും നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ നമുക്ക് എത്ര തവണ വേണോ ഈ റൂൾ അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയാണ് ഈ മൾട്ടിപ്പിൾ മെത്തേഡ്സ് പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത ശേഷമായിരിക്കും എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നത് എളുപ്പം. അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ ഒരിക്കൽ അപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ ഫാക്ടറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ അത് നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പരിചയം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ബട്ട് ദീസ് ആർ ദി മെത്തേഡ്സ്. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ ഈ താഴെ പറയുന്ന പോലെ ഗ്രാഫിക്കൽ മെത്തേഡ്. ഓൾസോ ഇവിടെ ഒരു കാര്യം, ഈ 0/0 ആൻഡ് ∞/∞ നിന്ന് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിനൊരു വാല്യൂ, പെർട്ടിക്കുലർ വാല്യൂ 0/0 എന്ന് പറഞ്ഞാൽ =0 എന്നോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫിനൈറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഫോംസിനാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും മാത്രമല്ല ആക്ച്വലി ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആയിട്ടുള്ളത്. അത് ഏതൊക്കെയെന്നുള്ള അടുത്തൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്, ഏതൊക്കെയാണ് നമ്മുടെ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്നുള്ളത്. ഓക്കെ, we can discuss in the next slide. ഇപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വിത്ത് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് വേറെ ഒന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫംഗ്ഷൻ ഒന്ന് പ്ലോട്ട് ചെയ്യും. എന്ത് ചെയ്യും, XY ആക്സിസിൽ വാല്യൂസ് ഇട്ട് കൊടുത്ത് പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്, ആൻഡ് എവിടെ എത്തുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ആവുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിന്റെ ലിമിറ്റിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അന്നൊരു ലിമിറ്റ് പഠിച്ചപ്പോൾ ഒരു കർവ് വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി പറഞ്ഞില്ലേ, അതുപോലെ ജസ്റ്റ് നമുക്ക് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്ത് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. പിന്നെ ലിമിറ്റ് ലോസ്. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റിന്റെ റൂൾസ് നമ്മൾ പഠിച്ചു അല്ലെ.
ഇപ്പം പ്രോപ്പർട്ടീസ് ഐ തിങ്ക് ഒരു 5 or 6 ഐ തിങ്ക് 5 ആണെന്ന് തോന്നുന്നു. 5 ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പഠിച്ചു. ഒരു കോൺസ്റ്റന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷൻസിനെ ആഡ് ചെയ്തിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഇവിടെ തന്നിട്ടുള്ള പോലെ ഇപ്പം ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ വാല്യൂസ് ആഡ് ചെയ്താലും മതി. അങ്ങനെ ലോസ് അപ്ലൈ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കി ആൻസർ കിട്ടും. അപ്പൊ ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അത് നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ധാരണ കിട്ടും കുറച്ചുകൂടെ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ലിമിറ്റ്സ്. പിന്നെ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് ഞാൻ പറഞ്ഞത് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മൾ LHL RHL എഴുതി അത് ഈക്വൽ ആണോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യത്തില്ലേ, അതുവഴിയും അതിന്റെ ഒരു എന്താ പറയാ ഒരു പിക്ടോറിയൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഈ ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പൊ സാധാരണ നമ്മൾ ലിമിറ്റിന്റെ കാര്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു LHL RHL വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. ബട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത്തരം മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആ പറഞ്ഞ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്. അപ്പൊ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഏതൊക്കെയെന്നൊന്ന് നോട്ട് ചെയ്താൽ മതി. ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും 0/0യും ഇൻഫിനിറ്റി മാത്രം വരണമെന്നില്ല. പല ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്. അപ്പൊ ഓരോ ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുമ്പോഴും നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഒരു കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ 0/0 ഇൻഫിനിറ്റി നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ 0/0 ഒന്ന് ഇതിനെ ഫസ്റ്റ് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് സിമ്പിൾ ആക്കിയിട്ട് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാന്നാണ്. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നമുക്ക് എന്താണ് എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യാം. അത് നമ്മുടെ ചോയ്സ് പോലെ ഏതാന്ന് വെച്ചാൽ. അടുത്ത് ഇതും ഇൻഫിനിറ്റി വരുന്ന ഒരു കേസാണ്. അപ്പൊ ഇതിലും എന്ത് ചെയ്തിട്ടുണ്ട്, എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ച് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ബൈ ദ ഹയസ്റ്റ് പവർ. ഓക്കെ, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് വരുന്നതാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് ലിമിറ്റ്സിൻ്റെത് നല്ല തറവാകത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇത് രണ്ടും നമുക്ക് ഫെമിലിയർ ആയിട്ടാണ്. ബാക്കിയുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. 0 × വരുന്നത് ഇതിന് ആംബിഗസ് പ്രോഡക്റ്റ് ഫോം എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് അല്ലെ. അപ്പോ 0 × നാച്ചുറൽ ലോഗ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫിനിറ്റി ആണ്. അതാണ് 0 × ∞. അപ്പൊ ഇതിന് എന്ത് ചെയ്യും, നമ്മളൊരു ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതണം ആദ്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റീറൈറ്റ് ആസ് എ ഫ്രാക്ഷൻ, എന്നിട്ട് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാലേ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റിയിട്ട് എഴുതുക. അപ്പൊ 0 × വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫ്രാക്ഷൻ ആയിട്ട് റീറൈറ്റ് ചെയ്യുക, എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്നത് ഇൻഫിനിറ്റി ഇതെല്ലാം പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വേണമെങ്കിൽ. പക്ഷെ നമുക്ക് അല്ലാതെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടും 0 × വരുമ്പോഴൊക്കെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അൺബൗണ്ടഡ് ടേംസിന്റെ ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, റാഷണലൈസേഷൻ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നു. ഓക്കെ, പൊതുവെ ഈ റൂട്ടൊക്കെ വരുന്ന കേസാണ്. അപ്പൊ ഇവിടെ നമ്മൾ റാഷണലൈസേഷൻ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും. പിന്നെ 0 ഇൻഫിനിറ്റി റൈസ് ടു 0. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഈ റൈസ് ടു പവർ അതായത് എക്സ്പോണൻഷ്യൽ ഫോംസിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, അതിനെ ലോഗറിതമിക് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യും. പൊതുവെ ചിലപ്പോൾ നമുക്ക് ഈ എക്സ്പോണൻഷ്യൽ ഫോർമുല ചില സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഉണ്ട്, അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ലോഗ് ഫോമിലോട്ട് ആക്കണം. 0 അല്ലെങ്കിൽ ∞/0 ഫോമിൽ കിടക്കുന്നതിന് നമ്മൾ ലോഗ് ഫോമിലോട്ട് ആക്കി അത് രണ്ട് സൈഡിലും ലോഗറിതം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ വരുന്നത് 1/∞. ഓക്കെ, ഇതും ഏകദേശം ലോഗ് ഫോമിലോട്ട് മാറ്റുന്നുണ്ട്. ഇത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോർമുല ആക്ച്വലി പഠിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഐ തിങ്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 1/x അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് പഠിച്ചായിരുന്നു. അപ്പൊ അതിന്റെ തന്നെ ചെറിയൊരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ലോഗറിതം അപ്ലൈ ചെയ്യുന്നതാണ്. ഇതിനൊക്കെ ഓൾമോസ്റ്റ് ഏകദേശം ഇതിലെല്ലാ ടൈപ്പും കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലെല്ലാ ഫോംസിനെയും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട്
ഓക്കെ, അപ്പൊ ലിമിറ്റ്സിന്റെ കാര്യം ഇവിടെ തീരുവാണ്. ഓക്കെ, ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ലിസ്റ്റ്. ഓക്കെ, സോ ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി. നമുക്ക് ഇനി കണ്ടിന്യൂറ്റി നോക്കണം, ഡിഫറൻഷ്യബിലിറ്റി നോക്കണം, ഇന്റഗ്രേഷൻ നോക്കണം. ഇത്രയും നോക്കി നമുക്ക് MCQസിലോട്ട് കിടക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴാണ് അതിനെ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ്, അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അടുത്ത് അതിന്റെ കൂടെ അത് എഫ് ഓഫ് എക്ക് ഈക്വൽ ആകുവാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇവിടെ ഇപ്പൊ ആക്ച്വലി x0 എന്ന് പറഞ്ഞിട്ട് ഒരു നൊട്ടേഷൻ ആണ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് എക്സിന് x ഈക്വൽ ടു x0 അല്ല x ഈക്വൽ ടു a എന്ന് പറയുന്ന രീതിയിലാണ് ഫോം ചെയ്തത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ എഴുതാം ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ എഴുതുവാണ് ലിമിറ്റ് x ടെൻസ് ടു a മൈനസ് ഇത് LHL ആണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു a പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആണ്, which is again equal to f of a. f of a ആ ഫംഗ്ഷനിൽ a ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. ഇത് മൂന്നും ഈക്വൽ ആകുന്ന സമയത്താണ് we say that the function is continuous. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻ മാത്രം എക്സിസ്റ്റ് വരുമ്പോഴത്തേക്കും ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയും അല്ലെ. ലിമിറ്റ് എക്സിസ്റ്റ്. ഇത് മൂന്നും സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ ഐ തിങ്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ പഠിച്ചോന്ന് എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. ബട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഗ്രാഫ് ആയിട്ടോ, അതിന് ഇടയ്ക്ക് ബ്രേക്കേജ് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫംഗ്ഷൻ നമ്മളിപ്പോ പ്ലോട്ട് ചെയ്ത് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഒരു റണ്ണിങ് ഹാൻഡ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫംഗ്ഷൻ. അതിന് ഇടയ്ക്ക് വെച്ചൊന്നും ബ്രേക്ക് ആയിട്ടില്ല. അങ്ങനത്തെ ഫംഗ്ഷൻസ് ആണ് പൊതുവെ കണ്ടിന്യൂസ് എന്ന്. ആൻഡ് ഓൾസോ ഇത് പൊതുവെ കണ്ടുപിടിക്കുന്നത് നമ്മൾ അതിന്റെ ഡൊമൈൻ വെച്ചിട്ടാണ്. അപ്പം എപ്പോഴും ഒരു ഫംഗ്ഷന്റെ ഡൊമൈനിനകത്ത് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ്. അപ്പം അതിന്റെ കണ്ടിന്യൂസ് ആവുന്ന റേഞ്ച് ഏത് പെർട്ടിക്കുലർ ഇന്റർവെല്ലിലാണ് അത് കണ്ടിന്യൂസ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡൊമൈൻ ഇപ്പൊ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറയണം, ഇപ്പൊ ഒരു ഫംഗ്ഷൻ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഓക്കെ, 1/x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കണം. അപ്പൊ 1/x എന്ന് പറയുമ്പോഴത്തേക്ക് എക്സിന് ഏതൊരു വാല്യൂ വേണമെങ്കിലും എടുക്കാം അല്ലെ. മൈനസ് വരാം, പ്ലസ് വരാം, പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് വരാം, ഏതൊരു നമ്പർ വരാം എക്സെപ്റ്റ് 0 അല്ലെ. റിയൽ നമ്പേഴ്സ് ഏത് വേണമെങ്കിലും വരാം എക്സെപ്റ്റ് 0. 1/0 വന്നാൽ അതെന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. 1/0 ഇൻഫിനിറ്റി ആണ്. അത് നമുക്കങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല നമ്മളത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും എങ്ങനെ എഴുതുന്നത്? ഡൊമൈൻ ഈസ് ഈക്വൽ ടു റിയൽ നമ്പർ സെറ്റ് മൈനസ് 0. റിയൽ നമ്പറിൽ നിന്ന് 0 കളഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ നമ്പേഴ്സുമാണ് ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഡൊമൈനിലാണ് ഇതെന്ത് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് 1/x എന്നത് കണ്ടിന്യൂസ് ആകുന്നത്. ഓക്കെ, ബാക്കി ഏരിയാസിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പൊ കണ്ടിന്യൂറ്റി എവിടെയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് അതിന്റെ ഡൊമൈൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ മതിയാവും. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ കണ്ടിന്യൂറ്റിയുടെ കാര്യം ചോദിക്കുമ്പോൾ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചോദിക്കാൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഈക്വൽ ടു എഫ് ഓഫ് എ ആണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ആക്ച്വലി ടൈപ്സ് ഓഫ് ഇപ്പം കണ്ടിന്യൂസ് അല്ലാത്തൊരു പോയിന്റിനെ ആയിരിക്കുമല്ലോ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ട് ടൈപ്പ് ഉണ്ട് ആക്ച്വലി. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നും പറയും, ഇറിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആവുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ കണ്ടീഷൻ പറഞ്ഞു, ഏതാണ്? ലിമിറ്റ് LHലും RHലും എഫ് ഓഫ് എയും ഈക്വൽ ആകുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇത് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന കേസ് എപ്പോഴാണ്? LHലും RHലും ഈക്വൽ ആവണം, അതിന്റെ കൂടെ എഫ് ഓഫ് എക്കും ഈക്വൽ ആണ്, എന്നാലേ കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ് എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കണ്ടീഷൻ ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. എനിവൺ? എല്ലാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ഷീണത്തിലിരിക്കാന്ന് തോന്നുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് എ. ഇതാണ് നമ്മളെ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആകാതിരിക്കാൻ എന്താവണം? ഇത് ഈക്വൽ ആകാതിരിക്കുക അല്ലെ. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഇത് ഈക്വൽ ആകുമ്പോൾ കണ്ടിന്യൂസ് എങ്കിൽ ഈക്വൽ, അല്ലെങ്കിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് അല്ലേ. അത്രേ ഉള്ളൂ. പക്ഷെ രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി പറയാം. അതായത് ലിമിറ്റ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോ ലിമിറ്റ് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ. പക്ഷെ എഫ് ഓഫ് എ ഈക്വൽ അല്ല. ഇത് ഒരു ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. പിന്നെ
എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആകുന്നില്ല. അപ്പൊ തന്നെ എന്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അല്ലെ. അങ്ങനെയും ഡിസ്കണ്ടിന്യൂസ് ആകാൻ പറ്റും. ഇപ്പൊ രണ്ട് രീതിയിലാണ്. ഒന്നിൽ എൽ എച്ചിലും ആർ എച്ചിലും ഈക്വൽ അല്ലാതാകാം. ഇനി ചില കേസസിൽ എൽ എച്ചിലും ആർ എച്ചിലും ഈക്വൽ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി പറയുന്നത്. അപ്പൊ ഇതിന് ഓരോ പേരുണ്ട്. സോ ഐ വിൽ റൈറ്റ് ദാറ്റ് ഡൗൺ. ഒന്ന് LHL not equal to RHL. So if limit does not exist, limit exist ചെയ്യുന്നില്ലെങ്കിൽ it is called a point of irremovable discontinuity. Irremovable discontinuity. ഈ ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, ഇതിനെ കണ്ടിന്യൂസ് ആക്കി മാറ്റാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് പറഞ്ഞ കേസ്, അതായത് എൽ എച്ചിലും ആർ എച്ചിലും ഈക്വൽ ആണ്, ബട്ട് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇതെന്ന് പറയുന്നത് നമ്മൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ദിസ് ഈസ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഈ ഇതിലെ ഡിസ്കണ്ടിന്യൂറ്റി എങ്ങനെ റിമൂവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫംഗ്ഷന് ചെറുതായിട്ടൊന്ന്, എഫ് ഓഫ് എക്സ് ആണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷന് ചെറുതായിട്ടൊന്ന് മാറ്റി എന്ത് ചെയ്യും, മോഡിഫിക്കേഷൻസ് വരുത്തും. അപ്പൊ മോഡിഫിക്കേഷൻ എങ്ങനെയാ വരുത്തുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഇവിടെ എന്താണ്, എൽ എച്ചിലും ആർ എച്ചിലും ഈക്വൽ ആണ് അല്ലെ, എൽ എച്ച് എൽ ഈക്വൽ ടു ആർ എച്ച് എൽ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ ഒരു പെർട്ടിക്കുലർ നമുക്ക് ഫിനൈറ്റ് വാല്യൂ വരുമല്ലോ. ആ വാല്യൂവിനെ ഞാൻ സ്മോൾ ലെറ്റർ എൽ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ആ വാല്യൂ സ്മോൾ ലെറ്റർ എൽ ആണ്. അപ്പോ മോഡിഫിക്കേഷൻ ഞാൻ വരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എഫ് ഓഫ് എ ഈക്വൽ ടു എൽ. ഓക്കെ, എഫ് ഓഫ് എക്സില് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈക്വൽ ടു എൽ എന്ന് എഴുതുന്നത് ഇതിന്റെ പുതിയ ഫംഗ്ഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നു, ഇതിന്റെ മോഡിഫൈഡ് ഫംഗ്ഷൻ. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ, ഇറ്റ് വിൽ ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. പക്ഷെ ഏത് പോയിന്റിലാണെന്നുള്ളത് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെറിയൊരു മോഡിഫിക്കേഷൻ. പക്ഷെ ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി എ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ഇതാണ് കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇതൊരു നോട്ട് പോലെ പറഞ്ഞിട്ടുള്ളതാണ്. ഇററിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വെദർ ഹൗ ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഓഫ് ദി point. In case of irremovable discontinuity, it does not matter whether or how the function is defined of the point of discontinuity. Removable function എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഒരു കാര്യമില്ല. കാരണം നമുക്ക് ഈ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോൾ മാത്രമേ അതിന്റെ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. പക്ഷെ ഇത് ഇററിമൂവബിളിന്റെ കേസിൽ നമുക്ക് ഒരു മോഡിഫിക്കേഷൻ അവിടെ പോസിബിൾ അല്ല. എങ്ങനെയാണ് ആ ഫംഗ്ഷൻ നമ്മൾ എക്സ്റ്റെൻസ് ടു എ എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫൈൻ ആയിരിക്കുന്നതെന്നൊന്നും നമുക്ക് അവിടെ ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ലിമിറ്റ്സിന് പഠിച്ച പോലെ തന്നെ. ഇറ്റ്സ് സിമിലർ, മറ്റതിന് പഠിച്ച പോലെ സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, എഫും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. തന്നെ സിമ്പിൾ ആയിട്ട് എഫും ജിയും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ഏത് പോയിന്റിലാണ്, എക്സ് ഈക്വൽ ടു എക്സ് സീറോ, നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് പോലെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോയ്ക്ക് ഇവിടെ അവർ കണ്ടിന്യൂസ് ആണ് ഈ രണ്ട് ഫംഗ്ഷൻസ്. എങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷനെ സി ഇൻറ്റു എഫ്, ഓക്കെ, ഒരു ഫംഗ്ഷനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ രണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴോ ഈ സെയിം പോയിന്റിൽ ഇത് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഇപ്പൊ ഞാൻ രണ്ട് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എഫും ജിയും. ക്വസ്റ്റ്യൻ വന്നിട്ട് എഫ് മൈനസ് ജി കണ്ടിന്യൂസ് ആണോ, ഇത് എക്സ് ഈക്വൽ ടു എക്സ് സീറോയിൽ കണ്ടിന്യൂസ് ആണ്. അപ്പൊ എഫ് മൈനസ് ജി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോയിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അതൊക്കെ സോൾവ് ചെയ്ത് എഫ് ഓഫ് എക്ക് ഈക്വൽ ആണെന്നൊന്നും ചെക്ക് ചെയ്യണ്ട. ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് തന്നെയായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതാണ് ഈ പറയുന്നത്. ഇനി എഫ് ഡിവൈഡഡ് ബൈ ജിയും കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഒരു കേസ്, എഫ് ഡിവൈഡഡ് ബൈ ജി കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് എന്താണ്, ഒരു ഫിനൈറ്റ് വാല്യൂ ആണ്. ജി എന്ന് പറയുന്നത് എന്താകാൻ പാടില്ല, സീറോ ആയി പോകാൻ പാടില്ല അല്ലെ. ജി ഓഫ് എക്സ് സീറോ
ഈസ് നോട്ട് ഈക്വൽ ടു സീറോ, ഒരിക്കലും സീറോ ആവാൻ പാടില്ല. 1/0 എന്നാൽ പിന്നെ അത് ഇൻഫിനിറ്റി ഫോമിലോട്ട് പോവുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ജി എന്ന് പറയുന്നത് സീറോ, ഡിനോമിനേറ്റർ സീറോ ആവാൻ പാടില്ല. എങ്കിൽ എഫ് ബൈ ജി എന്താണ്? കണ്ടിന്യൂസ് ആണ്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യാം. അടുത്ത പോയിന്റ്, ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ, if f is continuous at x is equal to 0, f എന്ന ഫംഗ്ഷൻ x equal to x0 യിൽ കണ്ടിന്യൂസ് ആണ്, g എന്ന ഫംഗ്ഷൻ f of x0 യിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, f എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ഏതിലാണ്? x is equal to x0. g എന്ന് പറയുന്ന ഫംഗ്ഷൻ f of x ല് x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടൂലെ, ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. എങ്കിൽ ഇതിൽ നിന്നും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ, അത് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസിന് ചേർത്ത് എഴുതുന്ന ഫംഗ്ഷനാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. എങ്കിൽ ഈ പറയുന്ന g ഇൻറ്റു എഫ് ഓഫ് ജി, ഓക്കെ, എഫ് ഓഫ് ജി ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ജി ഫംഗ്ഷൻ ഏതിന്റെ അകത്ത്, നമ്മൾ ജി എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് അല്ലേ, എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്. അപ്പൊ ഈ എഫ് ഓഫ് ജി കണ്ടുപിടിച്ചിട്ട് അതിന് വീണ്ടും ജി ഓഫ് എക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു x0 ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതും ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു എന്ന് വരാം, ചാൻസ് കുറവാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ വിട്ടുകളയാൻ പറ്റില്ല, ഇത് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസിലുള്ളതാണ്. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്തില്ലേ. ഇനി വരുന്നത് ഡിഫറൻഷ്യബിലിറ്റി. നമുക്ക് ഡിഫറൻഷ്യബിലിറ്റിയും ഇന്റഗ്രേഷനും കൂടെ തിയറി നോക്കിയാൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ഇനി ഡിഫറൻഷ്യബിലിറ്റി, നമ്മളൊരു പോയിന്റ് തന്നിട്ട് അത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അവർ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യബിലിറ്റിയും ചെക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തുണ്ട്, അത് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് നോക്കാം. സോ അസ്യൂമിങ് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ, ഓക്കെ, ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ. കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഈസ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് അത് ഡിഫറൻഷ്യബിൾ ആണ്, വിച്ച് ഈസ് ഡിഫറൻഷ്യബിൾ at x is equal to a. x is equal to a എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്, ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഡിഫറൻഷ്യബിലിറ്റിയുടെ കണ്ടീഷൻ. ഇനി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ നോക്കാം. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇനി ആർ എഫ് ഡാഷ്. നമ്മൾ എപ്പോഴും ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയും. 2 തവണ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എക്സ്. 3 തവണയാണെങ്കിൽ 3 ടൈംസ് നമ്മൾ ഡാഷ് ഇട്ടിട്ട് എക്സ് ചെയ്യും. ഇപ്പം ഒരു ഡാഷ് ഇടുന്നതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്നിട്ട് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആറിന്റെ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f of a plus h minus f of a divided by h. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇത് ജസ്റ്റ് ഫോർമുല പോലെ ഓർത്ത് വെച്ചാൽ നമുക്ക് ലിമിറ്റ് പോലെ ഇമ്പോർട്ടന്റ് അല്ല ഇത്. കാരണം നമുക്ക് ഡെറിവേഷൻ എപ്പോഴും ഈ ഡെറിവേറ്റീവ്സ് വെച്ച് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനേ അവർ ചോദിക്കത്തുള്ളൂ. അപ്പൊ അതിൽ വലിയ കാര്യമില്ല. ബട്ട് നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 മാം കുറച്ചുകൂടി വലിപ്പത്തിൽ എഴുതുമോ? ഒന്നും മനസ്സിലാവൂല, പിന്നീട് ക്ലാസ് കേൾക്കുമ്പോഴൊന്നും മനസ്സിലാവാത്ത പോലെ തോന്നും. ആണോ? ഇത് ആക്ച്വലി ഈ പെന്നിന്റെ മാക്സിമം സൈസ് ആണ് നമ്മൾ എഴുതുന്നതിന്റെ. ഞാൻ മാക്സിമം കൂട്ടിയിട്ടേക്കുന്നതാണ്. ഞാൻ വലുതായിട്ട് ഓക്കെ എഴുതാൻ നോക്കാം. എന്റെ പൊതുവെയുള്ള ഒരു റൈറ്റിംഗ് ആണ്. ഐ ട്രൈ ടു മേക്ക് ഇറ്റ് എ ബിറ്റ് മോർ ബിഗർ. ഓക്കെ, പക്ഷെ ഭയങ്കര ഞാൻ വലുതായിട്ട് എഴുതുമ്പോൾ തീരെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിട്ടോ. അപ്പൊ പിന്നെ നമ്പേഴ്സ് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിൽ എഴുതുന്നത്. കുറച്ചുകൂടെ നോക്കാം. ഐ ട്രൈ. ഓക്കെ മാം ഇന്ന് തിയറി പാർട്ടൊക്കെ ചോദിക്കോ? മാത്സിൽ വെറും മാത്സ് ഫുള്ള് മാത്സ് ആയിരിക്കും ചെയ്യാന്, തിയറി ഭാഗം ഉണ്ടാവുമോ? തിയറി ഭാഗം നമുക്ക് തിയറിയിൽ ഒരുപാട് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ തിയറി ആവശ്യമാണ്. തിയറിയുടെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസും പലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ഈ ഓപ്ഷൻസിന്റെ ന്യൂമറിക്കൽ ആയിട്ടുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ടാവുള്ളൂ.
പക്ഷെ അതിൽ ആക്ച്വലി അറൈവ് ചെയ്യുന്നത് നമ്മൾ തിയറിയുടെ ബേസിക്സ് വെച്ചിട്ടായിരിക്കും, നമുക്ക് സോൾവ് ചെയ്യേണ്ടി പോലും ആവശ്യം വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തിയറി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിക്കും, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ലിമിറ്റ് ഓഫ് h tends to 0. മാം ഇപ്പൊ എടുക്കുന്ന ഭാഗം മനസ്സിലാവണില്ല, അത് എന്താണെന്ന് ഐഡിയ കിട്ടുന്നില്ല. മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ടായിരിക്കും, ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇന്നത്തെ. പറഞ്ഞുതരാം, ഞാൻ ഡെറിവേറ്റീവ് ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്കും എഫ് ഓഫ്, ഇവിടെ റൈറ്റ് ഹാൻഡ് വന്നപ്പോഴത്തേക്കും എ പ്ലസ് എച്ച് വന്നു അല്ലെ. അപ്പം ഇവിടെ വരുമ്പോ എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ മൈനസ് എച്ച്. അതായത് ഇവിടെ നമ്മളെല്ലാം പ്ലസ് എച്ച് കൊടുത്തു, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്കും മൈനസ് എച്ച് കൊടുക്കും. ഓക്കെ, ഇനി ഈ രണ്ട് ഡെറിവേറ്റീവ്സും, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക, അത് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. സോ ആർ എച്ച് ഡെറിവേറ്റീവ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ആർ എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു എൽ എഫ് ഡാഷ് ഓഫ് എ. ഇത് രണ്ട് ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആവുന്ന പറയും. ഓക്കെ, ഓക്കെ. ഇപ്പം ഒരു എക്സാമ്പിള് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമുക്ക് ഡെറിവേറ്റീവ്സിന്റെ സൈഡിൽ ഒരിക്കലും ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ മേജർ ക്വസ്റ്റ്യൻസ് ഈ ഡിഫറൻസിയേഷനെ അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഡിഫറൻഷ്യബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ആണ്. പക്ഷെ സംടൈംസ് ഈ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണോ, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണ് കണ്ടിന്യൂസ് അല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ചിലപ്പോൾ ഇത് ഉപയോഗം വന്നു എന്ന് വരും. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ ത്രൂ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മുടെ മോഡ് എക്സ്. പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പോയിന്റിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ അല്ല. ഇത് പൊതുവെ നമ്മൾ ഈ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ട് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഒരു പോയിന്റും കൂടെയാണ്. മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ളത്. അപ്പൊ ഇതിന് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു നമുക്കൊരു -1 എന്ന് കിട്ടും, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വന്നിട്ട് 1 എന്ന് കിട്ടും. അപ്പൊ ഇത് -1ഉം 1ഉം ഈക്വൽ അല്ല, ഈക്വൽ ആണെങ്കിൽ അത് ഡിഫറൻഷ്യൽ ആവുള്ളൂ. അപ്പൊ അത് എങ്ങനെ നോക്കാം, ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൽ നമ്മൾ ഹെച്ചിന് -h കൊടുക്കും അല്ലെ. അപ്പോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ എഴുതുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈ പറഞ്ഞ എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ -h അല്ലെ. ഇവിടെ ആക്ച്വലി മൈനസും ഇവിടെയും കൂടെ വരും കേട്ടോ. നമ്മൾ നേരത്തെ ലിമിറ്റിന് എഴുതിയ പോലെ തന്നെ ഇവിടെ മൈനസും പ്ലസും എഴുതും, അതും കൂടെ അത് ഞാൻ വിട്ടുപോയതാ. നമ്മൾ ലിമിറ്റ് എഴുതിയപ്പോ എക്സ് ടെൻസ് ടു അല്ലെ h ടെൻസ് ടു 0 പ്ലസും 0 മൈനസും കൊടുത്ത പോലെ തന്നെ ഇവിടെയും കൊടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എ മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ -h. ചിലപ്പോൾ RHD എഴുതാൻ വേണ്ടി എനിക്കിത് ഒന്ന് എറേസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കൂടെ എഴുതുന്നെങ്കിൽ എഴുതി പൊയ്ക്കോളാം. സോ LHD ഇക്വേഷൻ ഇതാണ്. ഇത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, മോഡ് എക്സ് ആണ്. അപ്പൊ മോഡ് എക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത്, h കിടക്കുന്നിടത്ത് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, നമ്മൾ ഇവിടെ ഈ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എഫ് ഓഫ് എക്സും എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന മോഡ് എക്സും എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 0 ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ച് ഫംഗ്ഷൻ മോഡ് എക്സും എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇവിടെ ഈ എ കിടക്കുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്താൽ മതി, 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, എഫ് ഓഫ് 0 മൈനസ് h മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ -h ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഈ 0 മൈനസ് h എന്നുള്ളത് എഫ് ഓഫ് -h മൈനസ് എഫ് ഓഫ് 0 ബൈ -h. അപ്പൊ നമ്മൾ ഇതിൽ എഫ് ഓഫ് -h കൊടുക്കുകയും എഫ് ഓഫ് 0യും കൊടുക്കാം. ഓക്കെ, ഇവിടെ എഴുതാം
ഫസ്റ്റ് പാർട്ട് എന്താണ് എഫ് ഓഫ് മൈനസ് എച്ച് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താണ് മോഡ് എക്സ്. അപ്പൊ മോഡ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, മൈനസ് എച്ച് കൊടുക്കാം. മോഡ് ഓഫ് മൈനസ് എച്ച്. മോഡ് ഓഫ് മൈനസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്, എച്ച് തന്നെയാണ് അല്ലെ. മോഡിന്റെ പുറത്ത് ഏതൊരു നമ്പർ വരുമ്പോഴും അത് എച്ച് തന്നെയായിരിക്കും. അപ്പൊ ഈക്വൽ ടു എച്ച് മൈനസ് ഇനി എഫ് ഓഫ് സീറോ കണ്ടുപിടിക്കണം. എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പോഴത്തേക്കും മോഡ് ഓഫ് സീറോ. മോഡ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ സീറോ ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് ആണ് താഴെ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എച്ചും എച്ചും ക്യാൻസൽ ആയി പോയിട്ട് -1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ എൽ എച്ച് ഡെറിവേറ്റീവ് നമുക്ക് എന്ത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് -1 എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പുറത്തെ സ്ഥലമില്ല, റൈറ്റ് ഇറ്റ് ഹിയർ. ഇതൊന്ന് എറേസ് ചെയ്തിട്ട് ഞാൻ എഴുതാം. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആർ എച്ച് എല്ലും കണ്ടുപിടിക്കാം. ആർ എച്ച് എൽ അല്ല, ആർ എച്ച് ഡി. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ ആർ എച്ച് ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്കും പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഫംഗ്ഷൻ മോഡ് എക്സ് ആണ്. ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് അല്ലെ. അപ്പൊ ഇവിടെ നേരത്തെ എ വന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കും, 0 കൊടുക്കും അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക, എച്ചിന് h ടെൻസ് ടു 0 പ്ലസ് ആകുമ്പോൾ എക്ക് പകരം നമ്മൾ ഇവിടെ 0 കൊടുക്കണം. അപ്പൊ എക്ക് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച് വരും. അപ്പൊ എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ബൈ എച്ച്. നേരത്തെ നമ്മൾ മോഡ് എക്സ് എഫ് ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, മോഡ് ഓഫ് എച്ച്. മോഡ് ഓഫ് എച്ച് എന്ത് തന്നെയാണ്, എച്ച് തന്നെയാണ്. ഈക്വൽ ടു എച്ച് മൈനസ് എഫ് ഓഫ് 0 എന്ത് വരും, എഫ് ഓഫ് 0 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലെ. മോഡ് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അത് 0 ഡിവൈഡഡ് ബൈ എച്ച്. എച്ചും എച്ചും ക്യാൻസൽ ആയി പോയിട്ട് 1 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ആർ എച്ച് ഡി എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എന്തായി, അൺഈക്വൽ ആയിട്ട് മാറുകയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, അവിടെ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റില് മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കി തന്നെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചോദ്യം ആയിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ ഒരുപാട് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ്. സോ അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിഞ്ഞിരിക്കുക. പക്ഷെ ഇതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. കാരണം ഇതിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പൊതുവെ ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ എക്സാമിന് ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഈ മോഡുലസ് ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അത്ര ഈസി ക്വസ്റ്റ്യൻസും അല്ലായിരുന്നു. കുറച്ച് എന്താ പറയാ, നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാന്നുള്ള, നേരത്തെ ചോദിച്ചില്ല, തിയറിയും കൂടെ ഒരു ബേസ് ഉള്ള ആൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഡിഫറൻഷ്യബിലിറ്റി എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം മിനിമം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് ചിലപ്പം കണ്ടുപിടിക്കാനോ അങ്ങനത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇത് ചോദിക്കാനുള്ള ചാൻസസ് ആർ വെരി ലോ. പക്ഷെ എന്നും പറഞ്ഞ് കളയാൻ പറ്റില്ല, ബൈ ചാൻസ് ചോദിച്ചുകൂടാന്നില്ലേ. കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ആണോ, ഒരു ഫംഗ്ഷൻ വന്നിട്ട് അത് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണോ, അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ എഞ്ചിനീയറിംഗ് ലെവലിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് കുറച്ചാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെച്ചേക്കാം. ബട്ട് കൂടുതലും ലിമിറ്റ് കണ്ടുപിടിക്കുന്നതും ബാക്കി ക്വസ്റ്റ്യൻസിലും ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഇക്വേഷനും. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കേണ്ട രീതി, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഇതാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും